ഇടുക്കി മൂന്നാർ ദേശീയപാതയിൽ ദേവികുളം റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ. വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ചു. റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. മണ്ണിടിഞ്ഞ് ലോറി കൊക്കയിലേക്ക് പതിച്ചു ഒരാൾ മരിച്ചിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചിലാണ് ഈ ലോറി തെന്നിമാറി കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടത്. ഒരാൾ രക്ഷപ്പെട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഫോൺ വിളിച്ച ശേഷമാണ് ഇന്നത്തെ ലോറി ഈ മണ്ണിനടിയിൽപ്പെട്ടു എന്നുള്ള വിവരം പുറം ലോകം അറിയുന്നത്. പിന്നീട് ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ ഡ്രൈവർമാരും ഇവിടെയുള്ള ഗൈഡുമാരെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഫയർഫോഴ്സ് അധികാരികളെല്ലാം തന്നെ സ്ഥലത്തെത്തി വിശദമായി തന്നെ അന്വേഷണം തെരച്ചിൽ തന്നെ ആരംഭിച്ചു. അതിന്റെ ഏകദേശം ഒരു അരമണിക്കൂറോളം തെരച്ചിൽ നടത്തിയ ശേഷമാണ് ഈ ഡ്രൈവറിനെ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഏതായാലും ഡ്രൈവറിനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പുള്ളിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയും ലോറി കടന്ന ഭാഗത്തേക്ക് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അവിടുന്ന് വീണ്ടും ലോറി താഴ്ചയിലേക്കാണ് പോയിരിക്കുന്നത്. പൂർണ്ണമായും തന്നെ ലോറി തകർന്ന രീതിയിലായിട്ടുണ്ട്. ഇന്നലെ ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം പങ്കെടുത്ത ഒരു മൂന്നാറിലെ ഗൈഡുണ്ട്. പുള്ളിയുടെ ഇവരുടെ ആംബുലൻസിലാണ് ഇന്നലെ പരിക്കേറ്റ ആളെയും അതോടൊപ്പം തന്നെ മരിച്ച ആളെയെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്നത്തേക്ക് എവിടെയുള്ള രക്ഷാപ്രവർത്തനം சார் ஃபஸ்ட்டு எங்களோட ஆம்புலன்ஸ் குரூப்பில் ஃபஸ்ட்டு மெசேஜ் வந்துச்சு. மண்ணு மட்டும் இடியில கீழே ஒரு வண்டியும் போயிடுச்சு. ஒன்று சீக்கிரம் வாங்கினான்னு வந்ததுக்கப்புறம் ஃபயர் ஃபோர்ஸ் எங்களுக்கு முன்னாடியே வந்துருச்சு. நான் கீழே போய் ஒரு அரை மணி நேரத்துக்கு மேலே தேடணும். அப்புறம் அந்த வண்டியில் உள்ள ஹெட்லைட்டை பார்த்து தான் நாங்கள் கீழே இறங்கி போனோம். கீழே இறங்கி போன போகிறோம் ஒரு ஆள் தான் இருக்குன்னு சொல்லி நாங்கள் எப்படியும் ரெஸ்க்யூ பண்ணி ஃபயர் ஃபோர்ஸ்காரங்க லோக்கல் உள்ள டிரைவர்ஸ் மாதிரி எல்லாரும் சேர்ந்து அசோசியேஷன்காரங்க எல்லாரும் சேர்ந்து ஜிஹெச் கொண்டு போயிட்டோம். ஜிஹெச்சுக்கு போகிற வழியிலேன்னு தெரியல, எடுத்ததுக்கப்புறம் தெரியல. அவள் ஹாஸ்பிட்டல் போனோன்னே டெத்துன்னு சொல்லி கன்ஃபார்ம் பண்ணிட்டாங்க. அதுக்கப்புறம் ஒரு 10 நிமிஷத்துக்கு அப்புறம் தான் இன்னொரு ஆள் இருக்காங்கன்னு சொல்லி நியூஸ் வந்துச்சு. அதுக்கு முன்னாடி இங்கே லோக்கல்ஸ் எல்லாரும் சேர்ந்து அந்த அவரையும் சேர்ந்து ரெஸ்க்யூ பண்ணி கொண்டு வந்தாங்க. கொண்டு போயிட்டும் ஒருத்தரை காப்பாற்ற முடியல. ஒரு ஆளை நேற்று நைட்டு மெடிக்கல் காலேஜ் தேனி மெடிக்கல் காலேஜ் கொண்டு போய் நாங்கள் சேர்த்துருக்கோம். வேறு ஒன்றும் இல்லை. நைட்டும் மறுபடியும் மண்ணி இடிஞ்சு கீழே வரைக்கும் போயிடுச்சு. இப்போ இவ்வளோ மண்ணிடிச்சிருக்கனால இன்னும் இதுக்குள்ள ஆளுகள் அல்ல வாகனங்கள் சிக்கியிருக்குன்னு நினைக்கிறீங்களா? இல்லை, நான் கரெக்டாக எங்களுக்கு தெரியல. ஆனால் நேற்று நியூஸ் வரும்போது வண்டியெல்லாம் கீழே வண்டி நிறைய போயிருக்குன்னு தான் எங்கள்கிட்ட ஆல்ரெடி குரூப்பில் மெசேஜ் வந்தது. ஆனால் ஒரு வண்டியா 2 வண்டியான்னு கரெக்டான டீட்டெயில் எங்களுக்கு இன்னும் கிடைக்கல. அதில் தேடி பார்த்தா தான் இதுக்குள்ள விஷயம் என்னன்னு தெரியும். ഇത്തരത്തിലൊരു പരിശോധന തുടങ്ങുമെന്ന് തന്നെയാണ് ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് അല്പസമയത്തിന് ശേഷം തന്നെ ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം തന്നെ എത്തി ഈ മണ്ണുകളെല്ലാം മാറ്റി ഒരു വ്യക്തമായ ഒരു പരിശോധന നടത്തണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെയും ഒരു തീരുമാനമുണ്ടായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇവിടെയുള്ള ഈ മണ്ണെല്ലാം മാറ്റി പരിശോധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും ഘട്ടം ഘട്ടമായി തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ കൂടുതലായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം അടക്കം പുനഃസ്ഥാപിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരുമെന്ന ഒരു വിലയിരുത്തലാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏതായാലും ആളുകളെ കൃത്യമായി ജാഗ്രത പാലിക്കാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഇടിഞ്ഞ സ്ഥലത്തേക്ക് ആരും എത്താൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊരു ഇവിടെ കാഴ്ചകൾ കാണാൻ എത്തരുതെന്നുള്ള നിബന്ധനയും അല്ലെങ്കിൽ അത്ര ഒരു മുൻകരുതലും എല്ലാം തന്നെ പോലീസും നൽകി കഴിഞ്ഞിട്ടുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സുരക്ഷ തീർത്തിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ ആരും വരാണ്ട് തന്നെ സുരക്ഷ തീർത്തിട്ടുണ്ട്. കാരണം ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. വീണ്ടും ഇടിയാനുള്ള സാധ്യത അവിടെ ഉണ്ടാകും. കാരണം മഴ ഈ മേഖലയിൽ വിട്ടുവിട്ട് പെയ്യുന്നു. അതോടൊപ്പം അതിശക്തമായ കാറ്റുമുണ്ട്. ചിലപ്പോൾ വീണ്ടും ഇടിയാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സുരക്ഷാ മുൻകരുതലും നിർദ്ദേശവും എല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.